ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് നൽകിയ അന്ത്യശാസനം അവസാനിക്കുന്നതിന് മുമ്പായി നിർദ്ദേശങ്ങൾ ഭാഗികമായി അംഗീകരിച്ചതായി ഹമാസ് അറിയിച്ചു. ട്രംപിന്റെ നിർദ്ദേശമനുസരിച്ച് യുദ്ധം നിർത്തിവെക്കുമെന്നും ഇസ്രായേലും അറിയിച്ചു. പല കാര്യങ്ങളിലും ഇപ്പോഴും സമവായത്തിൽ എത്തിയിട്ടില്ല. ഗാസയിൽ നിന്നും ഇസ്രായേലി സൈന്യത്തെ പിൻവലിക്കാതെ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കില്ല എന്നാണ് ഹമാസിന്റെ നിലപാട്. യുദ്ധാനന്തരം രൂപീകരിക്കുന്ന സർക്കാരുകളിൽ നിന്നും തങ്ങളെ ഒഴിവാക്കാനുള്ള നിർദ്ദേശത്തോടും ഹമാസിന് യോജിപ്പില്ല. ഹമാസിനെ നിരായുധീകരിക്കണം എന്ന നിർദ്ദേശവും വിവാദമായിട്ടുണ്ട്. തങ്ങളെ ഒരു സ്റ്റേറ്റായി അംഗീകരിക്കണം എന്നാണ് പാലസ്തീൻ ആവശ്യപ്പെടുന്നത്. ഇപ്പോഴത്തെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതിൻ്റെ തലേ ദിവസം പോലും പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. അമേരിക്കയുടെ പല നിർദ്ദേശങ്ങളോടും വിയോജിപ്പുണ്ടെങ്കിലും ഹമാസും ഇസ്രായേലും ചർച്ചകൾക്ക് തയ്യാറായത് ട്രംപിൻ്റെ വിജയമായിട്ടാണ് പലരും കാണുന്നത്. സാറാ മുല്ലാലിയാണ് കാൻറ്റർബറിയിലെ അടുത്ത ആർച്ച് ബിഷപ്പ്. ആംഗ്ലിക്കൻ സഭയുടെ തലവനായിട്ടാണ് ഇവർ അറിയപ്പെടുന്നത്. 1534 ഒപ്പുവെച്ച ആക്ട് ഓഫ് സുപ്രമസി അനുസരിച്ച് ഇംഗ്ലണ്ടിലെ രാജാവാണ് ആംഗ്ലിക്കൻ സഭയുടെ തലവൻ. അന്നത്തെ രാജാവായ ഹെൻറി എട്ടാമനാണ് ആംഗ്ലിക്കൻ സഭയുടെ ആദ്യത്തെ മേധാവി. രാജാവ് നിയമിക്കുന്ന കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പിനെയാണ് പോപ്പിൻ്റെ സ്ഥാനത്ത് ലോകം കാണുന്നത്. കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പ് എല്ലാ കാര്യങ്ങളിലും രാജാവിന് വിധേയനായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ആദ്യമായിട്ടാണ് ഒരു വനിതയെ ആംഗ്ലിക്കൻ സഭയുടെ തലപ്പത്ത് പ്രതിഷ്ഠിക്കുന്നത്. ഏതാണ്ട് 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി ആംഗ്ലിക്കൻ സഭ സ്ത്രീകളെ നിയോഗിക്കാൻ തുടങ്ങിയത്. ഇതേ തുടർന്നാണ് ആംഗ്ലിക്കൻ സഭയുമായി ചേർന്ന് നിൽക്കുന്ന വിവിധ രാജ്യങ്ങളിലെ സഭകൾ വനിതകളെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചു തുടങ്ങിയത്. സ്ത്രീകൾക്കും പുരോഹിത പദവി നൽകണം എന്ന ആവശ്യം വളരെ ശക്തമാണെങ്കിലും കത്തോലിക്ക സഭ ഇപ്പോഴും പുരുഷന്മാരെ മാത്രമാണ് പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി നിയമിക്കുന്നത്. ഗാസ നിവാസികൾക്ക് സഹായവുമായി വന്ന കപ്പലുകൾ ഗാസ തുറമുഖത്തിനടുത്തെത്തിയപ്പോൾ ഇസ്രായേൽ സൈന്യം തടയുകയും യാത്രക്കാരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് കഴിഞ്ഞ ആഴ്ചയിലാണ്. ബന്ദികളാക്കിയവരെ ഈ ആഴ്ചയിൽ നാട്ടിലേക്ക് മടക്കി അയക്കുകയും ചെയ്തു. സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രെറ്റ തുൻബർഗ് അടക്കമുള്ള കപ്പൽ യാത്രക്കാർ ജയിൽ മോചിതരായി സ്വന്തം നാടുകളിൽ മടങ്ങിയെത്തി. ജയിൽവാസത്തിനിടയിൽ തങ്ങൾക്ക് വലിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്നാണ് എല്ലാവരുടെയും പരാതി. പുതയ്ക്കാൻ ഒരു തുണി പോലും നൽകാതെ സിമന്റ് തറയിൽ കിടത്തി എന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇത് ശുദ്ധ നുണയാണെന്നും നിയമാനുസൃതമായ എല്ലാ പരിഗണനകളും തടവുകാർക്ക് നൽകി എന്നുമാണ് ഇസ്രായേലിൻ്റെ വിശദീകരണം. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സംരംഭത്തിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെട്ടിരുന്നതായും ഇസ്രായേൽ കൂട്ടിച്ചേർത്തു. പുറത്തുനിന്നുള്ള ഒരു സഹായവും ഗാസയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. സുപ്രീം കോടതിയിലെ മുഖ്യ ന്യായാധിപന് നേരെ ഷൂസ് എറിയാൻ ശ്രമിച്ച
അഭിഭാഷകനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടുകയും കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പുറത്തേക്ക് പോകുമ്പോൾ സനാതനധർമ്മത്തോടുള്ള അനാദരവ് അനുവദിക്കില്ല എന്ന് ഈ അഭിഭാഷകൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇത്തരം സംഭവങ്ങൾ തന്നെ ബാധിക്കാറില്ല എന്ന പരാമർശത്തോടെ കോടതി നടപടികൾ പതിവ് പോലെ തുടർന്നു. കസ്റ്റഡിയിലെടുത്തു എങ്കിലും ഏതാനും മണിക്കൂറുകൾക്കകം പോലീസ് അഭിഭാഷകനെ വിട്ടയച്ചു. ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചതനുസരിച്ചാണ് പോലീസ് പ്രവർത്തിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു പ്രകോപനവും അന്നേ ദിവസം ഉണ്ടായിരുന്നില്ല. ഖജുരാഹോ ക്ഷേത്രത്തിൽ വിഷ്ണുവിൻ്റെ പ്രതിമ പുനർപ്രതിഷ്ഠിക്കാനുള്ള ഹർജി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോടതി തടഞ്ഞിരുന്നു. ഇതാണ് പ്രകോപനം എന്നും തൻ്റെ പ്രവൃത്തിയിൽ കുറ്റബോധമോ പശ്ചാത്താപമോ ഇല്ലെന്നും 71 വയസ്സുള്ള ഈ അഭിഭാഷകൻ പോലീസിനോട് പറഞ്ഞു. പരമോന്നത നീതിപീഠത്തിനെതിരെ ബോധപൂർവം നടത്തിയ പ്രകടനം നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതിക്കെതിരെയുള്ള ആക്രമണമാണ്. നമ്മോടൊപ്പം സ്വാതന്ത്ര്യം ലഭിച്ച ബർമ്മയാണ് ഇന്നത്തെ മ്യാൻമർ എന്ന രാജ്യം. കഴിഞ്ഞ 75 വർഷത്തിനിടെ ചെറിയ ഒരിടവേള ഒഴിവാക്കിയാൽ എക്കാലത്തും ഇവിടെ പട്ടാള ഭരണമായിരുന്നു. പൊതു തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെ തടവിലാക്കി ഇപ്പോഴത്തെ സൈനിക നേതൃത്വം ഭരണം പിടിച്ചെടുത്തത് 2021 സ്വാതന്ത്ര്യ സമര സേനാനികൾ പ്രവാസി സർക്കാർ രൂപീകരിക്കുകയും പട്ടാള ഭരണത്തിനെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് പല പ്രദേശങ്ങളും പ്രവാസി സർക്കാർ പിടിച്ചെടുക്കുകയും ചെയ്തു. സൈന്യത്തെ ഉപയോഗിച്ച് ആഭ്യന്തര വിപ്ലവം അടിച്ചമർത്താനാണ് പട്ടാള ഭരണകൂടം ശ്രമിക്കുന്നത്. മതപരമായ ആഘോഷങ്ങൾക്കായി ഒരുമിച്ച് കൂടിയ ബുദ്ധമത വിശ്വാസികൾക്കെതിരെ തിങ്കളാഴ്ച സൈന്യം ബോംബാക്രമണം നടത്തി. 20 പേർ കൊല്ലപ്പെടുകയും 24 പേർക്ക് ഗുരുതരമായി മുറിവേൽക്കുകയും ചെയ്തു. സ്വന്തം ജനതയെ ബോംബിട്ട് കൊല്ലുക എന്നത് ഒരു ഭരണകൂടവും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ചൈന നൽകുന്ന ആയുധങ്ങളുടെ സഹായത്തോടെ നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരികെ പിടിക്കാനാണ് പട്ടാള ഭരണകൂടം ശ്രമിക്കുന്നത്. കൊറ്റായിലേക്കുള്ള ജാഫർ എക്സ്പ്രസിൽ സുൽത്താൻകോട്ടിനു സമീപം വെച്ച് സ്ഫോടനമുണ്ടായി. ട്രെയിനിൻ്റെ 6 ബോഗികൾ പാളം തെറ്റുകയും ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തു. ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. പാക് സൈനികരെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചതുകൊണ്ടാണ് ഈ ട്രെയിനിൽ ബോംബ് വെച്ചത് എന്നാണ് വിമതന്മാരുടെ വിശദീകരണം. ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഇത്തരം ആക്രമണങ്ങൾ തുടരുമെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ അതിർത്തിക്ക് സമീപത്ത് വെച്ച് പാക് സേനാ വ്യൂഹത്തിനെതിരെ ഉണ്ടായ ആക്രമണത്തിൽ 2 മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം 11 പേർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാനിലെ തഹരീക്ക് താലിബാൻ എന്ന സംഘടന ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. താലിബാൻ മാതൃകയിലുള്ള ഭരണം പാകിസ്ഥാനിൽ സ്ഥാപിക്കുക എന്നതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. ഒരു കാലത്ത് തീവ്രവാദികളെ പോറ്റി വളർത്തിയ പാകിസ്ഥാന് ഇന്ന് തീവ്രവാദികൾ വലിയ തലവേദനയായിരിക്കുന്നു. ലോകത്തെങ്ങുമുള്ള സാങ്കേതിക വിദഗ്ധന്മാരെ ആകർഷിക്കാനായിട്ടാണ് ചൈന വിസയ്ക്ക് രൂപം നൽകിയത്. വിദേശത്തു നിന്നുള്ള സാങ്കേതിക വിദഗ്ധന്മാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതാണ് ഈ പദ്ധതി. അനധികൃത കുടിയേറ്റം ആരോപിച്ച് വിദേശികളെ പുറത്താക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചതിനെ തുടർന്നാണ് ചൈന തങ്ങളുടെ വിസ നിയമത്തിൽ മാറ്റം വരുത്തിയത്. അമേരിക്ക പുറത്താക്കുന്ന വിദഗ്ധന്മാരെ സ്വന്തമാക്കാനുള്ള ഒരു നീക്കമായിരുന്നു വിസ. എന്നാൽ ഇതിനെതിരെ ചൈനയിൽ വലിയ എതിർപ്പുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
സാങ്കേതിക വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരായ ചൈനക്കാർക്കിടയിൽ തൊഴിലില്ലായ്മ വളരെ കൂടുതലാണ്. വിദേശികൾക്കായി ഈ മേഖല തുറന്നു കൊടുത്താൽ തൊഴിലില്ലായ്മ വർദ്ധിക്കും എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. സാങ്കേതിക മേഖലയിൽ വളരെ മുൻപിൽ നിൽക്കുന്ന അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധത്തിൽ വിദേശ വിദഗ്ധന്മാരുടെ സേവനം ഒഴിവാക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ചൈനീസ് ഭരണകൂടം. ഇന്ത്യയെ ശത്രുപാളയത്തിലേക്ക് തള്ളിവിടരുതെന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പാർലമെന്റ് അംഗങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഉപദേശിച്ചു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിലാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ 25% അധിക തീരുവ ചുമത്തിയത്. ഇതേ തുടർന്ന് റഷ്യയും ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം വളരെ ശക്തമായി എന്ന് അമേരിക്കൻ പാർലമെന്റ് അംഗങ്ങൾ ട്രംപിനെ ഓർമ്മിപ്പിച്ചു. ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം ക്വാഡ് എന്ന സൈനിക സഖ്യത്തിലെ അംഗമാണ് ഇന്ത്യ എന്ന കാര്യവും ഈ സംഘം ചൂണ്ടിക്കാട്ടി. ഇന്ത്യ പസഫിക് മേഖലയിൽ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ക്വാഡ് എന്ന സൈനിക സഖ്യം രൂപീകരിച്ചത്. വ്യാപാര താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി ഇന്ത്യയെ പിണക്കുന്നതിലെ അപകടമാണ് ഡെമോക്രാറ്റുകൾ ചൂണ്ടിക്കാട്ടിയത്. ഡെമോക്രാറ്റുകൾ പ്രതിപക്ഷമാണെങ്കിലും ഇവരുടെ നിർദ്ദേശങ്ങൾ അവഗണിക്കാൻ ട്രംപിന് കഴിയില്ല. ഇന്ത്യയുടെ താരിഫ് വർദ്ധിപ്പിച്ച നടപടിയോട് വിയോജിക്കുന്ന വലിയ ഒരു വിഭാഗം അമേരിക്കയിലുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ ഉപദേശം. ഗാസയിൽ സമാധാനം സ്ഥാപിക്കാനായി ട്രംപ് നിർദ്ദേശിച്ച പദ്ധതി നടപ്പിലാക്കാനായി നടത്തിയ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മധ്യസ്ഥരായ ഈജിപ്ത്, ഖത്തർ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഈജിപ്തിൽ വെച്ചാണ് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ചർച്ചകൾ നടന്നത്. ഈ പദ്ധതിയുടെ 1ാം ഘട്ടം അംഗീകരിക്കുന്നതായി ഹമാസ് അറിയിച്ചു. ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിന്മാറ്റവും ബന്ദികളുടെ മോചനവുമാണ് ഈ ഘട്ടത്തിൽ നടക്കേണ്ടത്. സൈന്യത്തെ പിൻവലിക്കാതെ ബന്ദികളെ മോചിപ്പിക്കില്ല എന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ട്രംപിൻ്റെ പദ്ധതി ഇസ്രായേൽ പാർലമെന്റ് അംഗീകരിച്ചു. എന്നാൽ ഇസ്രായേൽ സൈന്യം ഇതുവരെ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല. വ്യാഴാഴ്ചയും ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ചൊവ്വാഴ്ചയ്ക്ക് മുമ്പായി ബന്ദികളുടെ കൈമാറ്റം പൂർത്തിയാക്കണം എന്നാണ് ട്രംപിൻ്റെ അന്ത്യശാസനം. തീരുമാനങ്ങൾ നടപ്പിലാക്കാതെ തങ്ങൾ നാട്ടിലേക്ക് മടങ്ങില്ല എന്നാണ് ട്രംപിൻ്റെ പ്രതിനിധികൾ മാധ്യമങ്ങളെ അറിയിച്ചത്. ഒക്ടോബർ 1 അമേരിക്കയിൽ ഫെഡറൽ സർക്കാരിൻ്റെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. കോൺഗ്രസിൻ്റെ അനുമതി കൂടാതെ പുതിയ സാമ്പത്തിക വർഷത്തിൽ ധനവിനിയോഗം നടത്താൻ കഴിയില്ല. ഈ വർഷം ഇതുവരെ കോൺഗ്രസ് ധനവിനിയോഗത്തിനുള്ള അനുമതി നൽകിയിട്ടില്ല. തന്മൂലം ഭരണകൂടം വലിയ പ്രതിസന്ധിയിലാണ്. കോൺഗ്രസിൻ്റെ 2 മണ്ഡലങ്ങളിലും റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണ് ഭൂരിപക്ഷം. 100 അംഗങ്ങളുള്ള സെനറ്റിൽ പ്രതിപക്ഷത്തിന് 47 സീറ്റുകളും ഭരണകക്ഷിക്ക് 53 സീറ്റുകളുമാണുള്ളത്. ധനവിനിയോഗ ബില്ലുകൾ പാസ്സാകണമെങ്കിൽ 60 അംഗങ്ങളുടെ പിന്തുണ വേണം. സാധാരണക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ഒബാമ കെയർ പദ്ധതിക്ക് കൂടുതൽ തുക വകയിരുത്തിയാൽ ധനവിനിയോഗ ബില്ലിനെ അനുകൂലിക്കാം എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. സ്വയം വിരമിക്കൽ പദ്ധതി അനുസരിച്ച് ലക്ഷക്കണക്കിന് ഫെഡറൽ ജീവനക്കാരാണ് ഈ വർഷം വിരമിക്കുന്നത്. ഇവർക്ക് നൽകേണ്ട നഷ്ടപരിഹാരം ഭീമമായ ഒരു സാമ്പത്തിക ബാധ്യതയാണ്. ഡെമോക്രാറ്റുകളെ അണിനയിപ്പിച്ച് ധനവിനിയോഗത്തിന് അനുമതി തേടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വാരാന്ത്യ ലോക വൃത്താന്തം.
തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.